കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതെ അതെ അതെ, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മിണ്ടാതെ ഉരിയാടാതെ വീട്ടിൽ പോയിരിക്കും. കുറച്ച് നാള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയിലായിരുന്നല്ലോ. നമുക്ക് എനിക്ക് തോന്നുന്നു ജനവിധി അങ്ങനെയാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വിജയമല്ല, രാജീവ് ഗാന്ധിയുടെ വിജയമല്ല, വി ഡി സതീശന്റെ വിജയമല്ല. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്താണ്. കാരണം പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കാരണം എല്ലാവരും നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റിൽ ഇഷ്ടം പോലെ നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പക്ഷെ അവരെ എല്ലാം ജനങ്ങൾ ശരിക്കും വെറുത്തു. നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആൾക്കാർ വരെ വോട്ട് മാറ്റിക്കുത്തി. പരിപാടിക്കൊക്കെ വന്ന് കാണും, കൊടി വെച്ച് കാണും, നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടി ഇങ്ങനെ കറക്കി കാണും. പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് അവർ പോയിട്ട് മാറ്റിക്കുത്തി കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും തോക്കത്തില്ല. അയ്യോ, നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ദിവസത്തെ അറിയാലോ. പോരാത്തതിന് തമിഴിൽ വിജയണ്ണൻ ജയിച്ചിരിക്കുകയാണ്. TVK കേട്ടോ എറണാകുളത്ത് എത്തുമ്പോഴേക്കും UDF ഭൂരിപക്ഷവും UDF 100+ എഴുതി വെച്ചോ. സ്ഥാനത്ത് എല്ലായിടത്തും UDF തരംഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരും. സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിലുണ്ട്. UDF വന്നാൽ കേരളത്തിലൊരു മാറ്റമുണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ ഇവര് വിജയിച്ചപ്പോൾ ജനങ്ങളുടെ ഏകദേശം മനസ്സിലുള്ള ദേഷ്യം നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അപ്പം മെയിൻ ഇലക്ഷന് വരട്ടെ. മെയിൻ ഇലക്ഷൻ വന്നപ്പോൾ ഇതാ അടങ്ങുന്നു. അത്രത്തോളം ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ചിലർ പറയും ആൾക്കാരങ്ങനെ മാറ്റി 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 കൊടുക്കുമെന്നൊക്കെ. എന്നാൽ പോലും ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല. ഞാൻ ഈ വട്ടം കോൺഗ്രസിനെ വോട്ട് കൊടുത്തത്. കാരണം ദേഷ്യം, ഭയങ്കരമായ പ്രതിഷേധം, അഹങ്കാരം. കരയല്ലേ കരയല്ലേ, നമ്മൾ വിജയിച്ചു. കേരളം ഞെട്ടിപ്പോയി. മതി കോപ്പിറൈറ്റ് തന്നെ കൂട്ടിക്കാൻ നോക്കുന്നു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചു. ഞങ്ങളെ പോലുള്ള ആൾക്കാർ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെ നിങ്ങളെ വിമർശിച്ചു. പക്ഷെ സ്നേഹിച്ചു പോയത് കൊണ്ട് പഴയ കുറച്ച് ഐതിഹ്യങ്ങളും കുറച്ച് സഖാക്കളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ പിന്തുടർന്ന് അവരെ സ്നേഹിച്ച് ഈ ഒരു പാർട്ടിയിലേക്ക് എത്തിയേ. ഇപ്പൊ പാർട്ടിയിലുള്ള ആൾക്കാരുടെ പ്രവൃത്തി കാരണം ഈ പാർട്ടിയെ വെറുത്ത് കൊടി പിടിക്കേണ്ടി വന്നതുകൊണ്ട് കൊടി പിടിക്കുകയും മാറ്റി വോട്ട് കുത്തുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? വിവരം വിദ്യാഭ്യാസം എല്ലാവർക്കും വന്നു എന്നാണ് പറയുന്നത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. തെക്കോട്ട് നോക്കിയിരുന്നോ? സെഞ്ചുറി, പിണറായി കിഞ്ചുറി. അതാണ് സതീശ് സെഞ്ചുറി, പിണറായി കിഞ്ചുറി. ആ കാർഡ് വരട്ടെ. VD സതീശന്റെ നേതൃത്വത്തിൽ UDF സെഞ്ചുറി, പിണറായി വിജയൻ ഇഞ്ചുറി. അത് വരട്ടെ സ്ക്രീനിൽ. കാരണം അയ്യോ, തൃഷ വിജയുടെ വീട്ടിൽ നിന്ന് പോയി. അവിടുത്തെ ന്യൂസ് അതൊക്കെയാ. തൃഷ വരുവോ പോവോ ചെയ്യട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ എങ്കിലും കഴിഞ്ഞപ്പോൾ നിങ്ങൾ തീരുമാനിക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചില്ല. നിങ്ങൾ അറിയണമായിരുന്നു ജനങ്ങളുടെ ആ ഒരു ദേഷ്യം നിങ്ങളോടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ വർഷത്തിൽ അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടോ അവരുടേതായിട്ടുള്ള സൈഡിൽ അവർ ചെയ്യുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യുന്ന പോലെ. അതല്ല ഞാൻ പറഞ്ഞേ. ഈ ഭരിക്കുന്നവർക്ക് അല്ലേ എല്ലാം കൂടുതലും ചെയ്യാൻ കഴിയുക. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇരിക്കാൻ അവർക്കല്ലേ കഴിയൂ. ആ ഒരു അവസ്ഥയിൽ സാധാരണക്കാർ പോലും പോയി മാറ്റി കുത്തിയിട്ടുണ്ടെങ്കിൽ
അത്രത്തോളം വെറുത്തു എന്നുള്ളതാണ്. വിഷുവൊക്കെ ജയിച്ച് തിരുത്തിക്കുറിച്ചുകൊണ്ട് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് അഖിലേട്ടൻ, ഞാൻ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ VDയെ പൊക്കുന്ന കാലഘട്ടം വന്നിരിക്കുകയാണ്. നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. കുണ്ട്ര മണ്ഡലത്തിൽ നീ ജയിച്ചോ? നിന്റെ കഴിഞ്ഞോ? നിന്റെ കഴിഞ്ഞെങ്കിൽ നീ അങ്ങ് നിർത്ത് എന്റെ പൊന്നളിയ. താങ്ക് യു സോ മച്ച്. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. ചക്ക തന്നെയല്ലേ മാവില ചക്ക തിന്നാൻ പാടുണ്ടോ? മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ താമര പോലെയല്ലേ ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചക്കയുടെ കാലാണ്. വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. എങ്ങനെ സഹിക്കൂ ഈ സ്ത്രീ? എങ്ങനെ സഹിക്കൂ ഈ സ്ത്രീ? MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. അതെ അതെ അതെ, 2 വട്ടം. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെന്താ ഉറപ്പിച്ച്, എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചെന്നൊക്കെ. ഹലോ ഗായ്സ്. പിന്നെ ഞാൻ കുറച്ചു കാലം ഫീൽഡിൽ ഇല്ലേനും. പിന്നെ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ഉച്ചക്കനവിടെ പോയി വീഡിയോസ്. നീ ജയിലിൽ പോയി, ഞാൻ അറിഞ്ഞായിരുന്നു. ഹലോ ഗായ്സ്, ബുദ്ധനാണ്. പിന്നെ ഞാൻ കുറച്ചു കാലം ഫീൽഡിൽ ഇല്ലേനും. പിന്നെ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ഉച്ചക്കനവിടെ പോയി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ, തീരെ കാണാനില്ലല്ലോ നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ത് ചെക്കന പോലീസ് നോക്കി എക്സൈസ് നോക്കി നോക്കാം. ഓക്കെ, സമ്മതിച്ചിരുന്നേ ബുക്കിനോ. പിന്നെ നമ്മളൊരു കേസിന്റെ ഭാഗമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലേനും ഒന്നുമില്ല, ഒരു ചങ്ങായിനെ കൊല്ലാൻ നോക്കിയാ. സെക്ഷൻ 307 വധശ്രമം. ആ എന്ത് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നേക്ക്. പിന്നെയാ നമ്മള് പിന്നെ ജയിലിൽ കൈവെട്ടിയ ആൾക്കാരുണ്ട്, കാല് വെട്ടിയ ആൾക്കാരുണ്ട്, തല വെട്ടിയ ആൾക്കാരുണ്ട്, കൊന്ന ആൾക്കാരുണ്ട്. എന്തോ കേസാ, ഫോക്സോ കേസ്, MDMA, കഞ്ചാവ്, ഫുള്ള് ഏത് സിൻഡിക്കേറ്റ് മൊത്തം ഉണ്ടാടാ. എജാതി പൊളി. ചുരുക്കി പറയണ്ടേ വൈവനാ ഏത്. ഞാൻ ജയിലിലെത്തി 2 ദിവസം കഴിഞ്ഞ് സാറിനോട് എല്ലാം പറഞ്ഞ് ജയിൽ തന്നെയാണ് വന്നത്, ടൂർ വന്നത്. ഞാൻ പറഞ്ഞു സാറേ എൻജോയ് എവരി മൊമെന്റ്, പൊളിച്ചെടുക്കുക, പവർ ഉള്ളും കയറ്റത്. അപ്പൊ സാർക്ക് ഒരു തെരിപ്പുണ്ടായി, പൊള്ളിയല്ല ഏത്. ഒരുപാട് ജയിലുകളിൽ കയറാൻ നിനക്ക് യോഗമുള്ളതായി നിന്റെ മുഖം പറയുന്നു. അങ്ങനെ ഒരു ഭാഗ്യം നിന്റെ ജീവിതത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ത് ചമ്മന്തി ഫിനിഷായോ? നല്ലുണ്ടോ? ഇഷ്ടായി പൊന്നൂന്? അപ്പൊ ദോശ ആരാ തിന്നുവാ? എന്താണ്? എന്ത് ചമ്മന്തി ഫിനിഷായോ? ആ ദോശ എന്താ തിന്നാത്തെ? എന്ത് ശരി, ചമ്മന്തി അല്ലേ ചേച്ചി, കിഡ്നി ഒന്നും അല്ലല്ലോ, കൊടുത്തൂടെ? ഇങ്ങേർക്ക് സ്പോട്ടിലൊക്കെ ഇത് എവിടെ നിന്ന് വരുന്നു? എന്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നേ മോനെ. നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, എന്റെ പെക്കടിക്കണം, ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ
കറങ്ങാൻ പോകണം, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവില്. നിങ്ങൾ അയ്യോ ടക്കാമൊക്കെയാണ് അടിക്കുന്നത്, ആചാർക്ക് ഹാലിളകിയ പോലെ ആവും. കവട്ട ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്ത്, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും രണ്ട് പിള്ളേരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന അച്ഛനില്ലാത്തവന്മാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ ടോവിനോ. കണ്ണ് കാണില്ല, തെണ്ടുന്നില്ല, പണിയെടുത്ത് ജീവിക്കുന്നു. ഒരു പവർഫുൾ മാൻ്റെ BGM തന്നെയാണ് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വല്ല പട്ടിയോ വല്ലതായിരിക്കും, ആരുമില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ, ചുമ്മാ ഓടുന്ന. അല്ലാഹ് ബിലാല് ആന വന്നിപ്പോ കൊണ്ടുപോയനെ. വെറുതെ എവിടോട്ടോ പോയ ആനെ വിളിച്ചു വരുത്തി വീട്ടിനകത്ത് കയറ്റി. ചെന്ന് കയറിക്കൊടു. കഞ്ചാവ് ഉപയോഗം അതിനെ നിയമവിധേയമാക്കണമെന്ന് താങ്കളുടെ ഒരു വാക്കുകൾ കേട്ടിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കഞ്ചാവ് ലീഗലൈസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും മാരകമായിട്ടുള്ള കെമിക്കൽസും അതും മറ്റുമൊക്കെയാണ് ലോകത്തെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര രാജ്യങ്ങൾ തിരിച്ച് കഞ്ചാവിലേക്ക് വരികയാണ്. മാനസികമായ രീതി അയാളുടെ തലച്ചോറിനെയൊക്കെ അതങ്ങ് വല്ലാണ്ട് ബാധിക്കില്ലേ? അത് ബാധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ആ ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ കൂട്ടുകാരുമായിട്ടാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1-2 തവണ കഞ്ചാവ് വലിച്ചു നോക്കിയിട്ടുണ്ട്. 3ാമത്തെ തവണ വലിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഹാലുസിനേഷൻ വന്നു കഴിഞ്ഞുകൂടിയാണ് ഇത് നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിയത്. കാരണം വെച്ചാൽ എനിക്ക് അതിനുള്ള ഒരു വിവേകം ഉണ്ടായതുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഞ്ചാവ്, ലിക്കർ, ഡ്രഗ്സ് ഏതാ ഏറ്റവും ലെസർ ഈവിൾ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കഞ്ചാവ് പുകയെടുത്ത് അത് കുറച്ച് നേരം ചിലപ്പം കിറങ്ങി അവിടെ എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരിക്കുമായിരിക്കും. അത് തന്നെ എഴുന്നേറ്റ് വേറെ ഹാങ് ഓവർ ഇല്ല, വിഡ്രോവൽ സിംറ്റംസ് ഇല്ല, മറ്റേത് തിരിച്ചു വരത്തില്ല. ലിക്കറും തിരിച്ചു വരത്തില്ല. ലിക്കറിലാണെങ്കിൽ എത്രയോ പേര് അഡിക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്, അവർ തിരിച്ചു വരുന്നില്ല. അതുപോലെ തന്നെ ഡ്രഗ്സിനകത്ത് പോകുന്നവരും തിരിച്ചു വരുന്നില്ല. ഇത് തിരിച്ചു വരും. പഞ്ചാബ് പാവ ഞാൻ പലയിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ, അതായത് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ ഒന്നും ഉപയോഗിക്കാതിരിക്കട്ടെ, നിങ്ങളാണ് ഏറ്റവും പെർഫെക്റ്റ്. എന്തെങ്കിലുമൊക്കെ കെമിക്കലും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തിയിട്ട് നിങ്ങൾ ഇതിലേക്ക് വല്ലതും വരൂ. ഇതും പ്രശ്നക്കാരനാണ് ഒരുപാടായി കഴിഞ്ഞാൽ. ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി പെർഫെക്റ്റ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് കെമ്മിലേക്ക് പോയ ആൾക്കാരാണെങ്കിൽ ടാറ്റ, നിനക്കൊന്നും തിരിച്ചു വന്നിട്ടും കാര്യമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ ചർച്ചാ വിഷയങ്ങൾ. മറ്റു ചർച്ചകളൊന്നുമില്ല. പിന്നെ പേഴ്സണലി ആരണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോറ്റാൽ മുട്ടയടിച്ച് നടക്കുമെന്ന്. നീ മുട്ടയടിച്ചോ പുടുക്കിട്ടാട്ടിയോ നടക്കും. അപ്പം ഇതൊക്കെയാണ് ചർച്ചാ വിഷയങ്ങൾ. 5 വർഷം നമുക്ക് കാത്തിരിക്കാം എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അതിലുപരി തമിഴ്നാട്ടിൽ വിജയിച്ചതിനെ കുറിച്ച് ഒരുപാട് സന്തോഷം. അവിടെയും മാറ്റങ്ങളുണ്ടാവട്ടെ, എല്ലായിടത്തും മാറ്റങ്ങളുണ്ടാവട്ടെ. ഇവരൊക്കെ ജയിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതൊക്കെ സുന്ദരമായി
നടക്കാൻ ഉള്ളൊരു വലിയ ഭാവി കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരള ജനക്കൂട്ടം വിക്കി തക് പവേഡഡ് ബൈ രമാ വേണു. സഖാക്കളെ, തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ തിരിച്ചു വരൂ. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തിരുത്തി ജനസ്നേഹം തിരിച്ചു പിടിക്കാനായി നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ. നസ്സലാം.